നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 303 303. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 28 33 ശ്ലോകം. ധ്യാനായനം പ്രഹസിതം ബഹുലാദരോഷ്ട ഭാസാരുണായിതതനുദ്വിജകുന്ദഭക്തി ധ്യായേൽ സ്വദേഹകുഹരേ അവസിതസ്യ വിഷ്ണോർഭക്ത്യാർദ്രയാർപ്പിതമനാനപൃഥക് ദിദൃക്ഷേത്. എനിക്കത് ഒരു പ്രാവശ്യം വായിച്ചപ്പോൾ മതിയായി തോന്നിയില്ല. അപ്പോൾ ഒന്നുകൂടി പറയാം. ധ്യാനായനം പ്രഹസിതം ബഹുലാദരോഷ്ടഭാസാരുണായിതതനു ദ്വിജകുന്ദഭക്തി ധ്യായേൽ സ്വദേഹഗുഹരേ അവസിതസ്യ വിഷ്ണോർ ഭക്ത്യാർദ്രയാർപ്പിതമനാ ന പൃഥക് ദിദൃക്ഷേത്. ചുണ്ടുകളിൽ നിന്ന് പുറപ്പെടുന്ന അധികരിച്ചിരിക്കുന്ന കാന്തിയാൽ തുടുത്ത നിറമുള്ളതുപോലെ ഇരിക്കുന്ന ചെറിയ പല്ലുകളുടെ നിരയോടുകൂടിയതും ധ്യാനത്തിന് ആസ്പദവുമായിരിക്കുന്ന സ്വന്തം ഹൃദയഗുഹയിൽ പ്രകാശിക്കുന്ന വിഷ്ണു, ഇതാണ് നമുക്ക് വിട്ടുപോകുന്നത്. ക്ഷേത്രത്തിലുള്ള ബിംബത്തിനല്ല അവിടെ പറയണത്. സ്വന്തം ഹൃദയകമലത്തിൽ പ്രജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ജീവചൈതന്യത്തിനെയാണ് കൃഷ്ണനായിട്ടും രാമനായിട്ടും. ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്നുള്ളത് വ്യത്യസ്ത നാമധേയങ്ങളിൽ അറിയണമെന്ന് മാത്രം. ഹൃദയപത്മത്തിലുള്ള തേജോപുഞ്ചത്തെയാണ് പ്രസാദിപ്പിക്കേണ്ടത്. തന്നിലുള്ള ദൈവമാണ് താൻ. താനാരോ തന്നാരോ, താൻ ആരാണ്? യു ആർ നത്തിങ് എൽസ് ദാൻ ആത്മ ബ്രഹ്മ. തന്നാരോ, താനാരോ, നീ ആര്? തൻ, ഞാൻ ആരാണ്? ഞാനും നീയും ഒന്നാണ്. തത്വമസി, അയമേവ ബ്രഹ്മം, പ്രജ്ഞാനം ബ്രഹ്മ. ഇത് വിട്ടിട്ട് ഒരു കളിയില്ല. അതുകൊണ്ടാണ് സ്വന്തം ഹൃദയഗുഹയിൽ പ്രകാശിക്കുന്ന വിഷ്ണുവിൻ്റെ പ്രകടമായ ഹാസത്തെ പ്രേമാതിശയത്തോടുകൂടിയ ഭക്തിയാൽ വയ്ക്കപ്പെട്ട മനസ്സോടുകൂടിയവനായിട്ട് 100% സബ്മിഷൻ ധ്യാനിക്കണം. വേറെ ഒന്നിനെയും കാണാൻ ആഗ്രഹിക്കരുത്. അതാണ് ഹിന്ദുവിന് വിഗ്രഹാരാധന തുടക്കത്തിലേ പറഞ്ഞിട്ടുള്ളൂ. അമ്മ പറയുന്ന ചൂണ്ടിക്കാണിക്കുന്ന ആളേനെയാണ് അച്ഛാന്ന് വിളിക്കുക. അപ്പോൾ ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ വളരെ ലാഘവമായിട്ട് ഒരു കുരുത്തം കെട്ട രീതിയിൽ പ്രഹസനമാക്കി പ്രചരിപ്പിക്കണതിൽ അതീവ ദുഃഖമുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ വാക്കാർത്ഥം. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയുന്നുണ്ട്. ഹൃദയഗുഹയിൽ സാക്ഷാത്തായി പ്രകാശിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ സ്പഷ്ടമായ ഹാസത്തെ പരമപ്രേമയുക്തയായ ഭക്തിയോടുകൂടെ മനസ്സിനെ അതിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് ധ്യാനിക്കണം. ഇതാണ് സപ്താഹത്തിൻ്റെ നാരായവേര്. ഇത് വിട്ടിട്ട് ഒരു കളിയില്ല. പിന്നെ കാണിക്കണതൊക്കെ പൊറോട്ട നാടകമാണ്. ഇത് വ്യക്തിഗതമാണ്. ഭാഗവതം വ്യക്തിഗതമാണ്. അത് മറ്റ് സെമറ്റിക് മതങ്ങളെ പോലെ വലിയ വലിയ പന്തലുകളിലോ മൈതാനത്തോ വെച്ച് പറയേണ്ടതല്ല. ഇത് പരിപാവനമാണ്, ഡിവൈനാണ്.
അതിൽ നിന്ന് അന്യമായിരിക്കുന്ന യാതൊന്നിന്മേലും മനസ്സിനെ ചലിക്കാതെ ഇരിക്കണം. വേറെ ഒന്നിനെ പറ്റിയിട്ടും സംസാരിക്കരുത്. അത്യന്ത സൗന്ദര്യ നിമിത്തം അതിപ്രയത്നം കൂടാതെ തന്നെ ചുണ്ടുകളിൽ നിന്ന് മനസ്സ് ഉറയ്ക്കുന്നതാകയാൽ അതിനെ ധ്യാനാസ്പദമെന്ന് ഉറച്ചുകൊള്ളണം. ധ്യാനത്തിന് ആസ്പദമായിട്ടുള്ളത് ജീവൻ തന്നിലാണ്. അപ്പോൾ പറഞ്ഞു, ചുണ്ടുകളിൽ നിന്ന് പുറപ്പെടുന്ന കാന്തിയുടെ വ്യാപ്തി നിമിത്തം ചുവപ്പ് നിറം വ്യാപിച്ചിരിക്കുന്ന ദന്തഭക്തി ദന്തം പല്ലുകളെ ദന്തഭക്തി പുറമേ പ്രകാശിക്കുന്നതായിട്ടും ധ്യാനിച്ചു കൊള്ളണം. ഇതൊക്കെ അവരവരാ ചെയ്യേണ്ടത്. പൂജാരി ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. 34-ാമത്തെ ശ്ലോകം. ഏവം ഹരോ ഭഗവതി പ്രതിലബ്ധഭാവോ ഭക്ത്യാ ഭവദ്ഹൃദയ ഉത്പുളക പ്രമോദാത് ഔത്കണ്ഠ്യബാഷ്പകലയാ മുഹുരദ്യുമാന സ്തശ്ചാവിചിത്തഭടിശം ശനകൈർവിയുക്തേ. അതിൻ്റെ വാക്കാർത്ഥാണ് പറയണത്. ഭഗവാനായ ഹരിയിൽ സ്ഥിരമായി ലഭിച്ച പ്രേമാതിശയത്തോടു കൂടിയവനും ഭക്തി നിമിത്തം ശിഥിലമായി തീർന്ന അഹങ്കാരത്തോടു കൂടിയവനും, അഹങ്കാരം ശിഥിലമാവാണ്ട് ഒരു രക്ഷയില്ല, പ്രബലമായ സന്തോഷം ഹേതുവായിട്ട് രോമാഞ്ചത്തോടു കൂടിയവനും സന്തോഷാധിക്യത്താൽ ഉത്ഭവിച്ചതായ കണ്ണീരിനാൽ, അതിന് മധുരാണ്, ഉപ്പുരസല്ല, വീണ്ടും വീണ്ടും മുങ്ങുന്നവനുമായിട്ട് ആ ചിത്തരൂപമായ ചുണ്ടലും മെല്ലെ വേറിടുന്നു എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണം. ഇപ്രകാരം സർവസന്താപങ്ങളെയും, നത്തിങ് റിമൈനിങ് ടു ബി സോൾവ്ഡ്, വേറൊന്നും ഇല്ല, അതുകൊണ്ടാണ് പറയാൻ കാരണം. ഇപ്രകാരം സർവസന്താപങ്ങളെയും സംഹരിക്കുന്ന ജ്ഞാന ആനന്ദ സ്വരൂപനായ, ജ്ഞാനം സ്വരൂപമായ, ആനന്ദം സ്വരൂപമായ, ജ്ഞാന ആനന്ദ സ്വരൂപമായ ശ്രീഹരിയിൽ പ്രേമാതിശയം ഉറച്ചതുകൊണ്ടുള്ള ആനന്ദസ്ഫുരണം നിമിത്തം ഹൃദയം ദ്രവിക്കുകയും ശരീരത്തിൽ രോമാഞ്ചമുണ്ടാകുകയും അതിസന്തോഷവ്യാപ്തിയാൽ ആനന്ദബാഷ്പം കണ്ണിൽ നിറയുകയും ചെയ്യുമ്പോൾ ആനന്ദാമൃതത്തിൽ മുങ്ങിപ്പൊങ്ങുക നിമിത്തം ധ്യാനത്തിൻ്റെ വിഷയമായി ഭവിച്ചിരുന്ന ഭഗവത് രൂപത്തിൽ മനസ്സ് ലയിച്ചു പോവും. അപ്പോൾ ഭക്തനും ഭക്തിയും ഭഗവാനും ഒന്നായ അവസ്ഥ വരും. അതാണ് യോഗാവസ്ഥ, ഭക്തിയോഗം എന്നൊക്കെ പറയും. ചിത്തമാകുന്ന ചൂണ്ടലുകൊണ്ടാണ് ഭഗവാനെ സ്വാധീനപ്പെടുത്തിയത്. ചിത്തമാകുന്ന ചൂണ്ടൽ, കുളത്ത് എന്നർത്ഥം, ചൂണ്ടൽ. ചിത്തമാകുന്ന ചൂണ്ടൽ കൊണ്ടാണ് ഭഗവാനെ സ്വാധീനപ്പെടുത്തിയത്. ഇപ്പോൾ ആ ചിത്തം ഭഗവാനിൽ നിന്നും വേറിട്ടതായിട്ട് വിളങ്ങുന്നില്ല. ഭഗവാൻ ചിത്തത്തിലാണ്, ചിതാകാശ ഗുഹയിലാണ്, ചിത് ആകാശം ഗുഹയിലാണ്. ഭഗവന്മയമായി ഭവിച്ചു, ഭഗവാനായിട്ട് ഭവിച്ചു, അഹം ബ്രഹ്മാസ്മിയായിട്ട് ഭവിച്ചു. ഇതിൻ്റെ സാരമെന്തെന്നാൽ ധ്യാനം ധ്യേയം ധ്യാതാവ്, അതാണ് ഭക്തി, ഭഗവാൻ ഭക്തൻ. അപ്പോൾ ഇവിടെ ധ്യാനം ധ്യേയം ഭഗവാനാണ്, ധ്യാതാവ് സാധകനും എന്ന 3 വിഭാഗത്തോടുകൂടിയ ധാരണ ബഹുകാലം അഭ്യസിക്കുമ്പോൾ ഈ ഭേദങ്ങളിൽ നിന്ന് വിട്ടിരിക്കുന്ന നിർവികൽപ്പ സമാധി താനേ തന്നെ അനുഭവപ്പെടും. ഒരാൾ തലയിൽ കൈവച്ചതുകൊണ്ടായില്ല. സബീജയോഗം അഭ്യസിച്ചു കൊണ്ടിരുന്നാൽ അതിൻ്റെ പരിഭാഗാവസ്ഥ തന്നെയാണ് നിർവികൽപ്പ സമാധിയുടെ അനുഭവം. ഇതിനേക്കാൾ ക്ലിയറായിട്ട് ആർക്കും പറയാൻ പറ്റില്ല. പണ്ഡിറ്റ് ഗോപാലൻ നായർ മലയാളികൾക്ക്, അല്ലെങ്കിൽ മലയാളം അറിയുന്ന ശ്രീഹരി ഭക്തന്മാർക്ക് ചെയ്തിട്ടുള്ളൊരു വരദാനാണ് ഈ ആഖ്യാനം. ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം നിങ്ങൾ എത്രത്തോളം നിങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്, അത്രത്തോളം പണ്ഡിറ്റ് ഗോപാലൻ നായരെ നമ്മൾ സ്മരിക്കണം. അറിവിൻ്റെ മകുടോദാഹരണമാണ്.
പ്രനുഷയിലെ ഇനി അടുത്തത് 35-ാമത്തെ ശ്ലോകം. മുക്താശ്രയം യർഹി നിർവിഷയം വിരക്തം നിർവാണം മൃച്ഛതി മനസ്സഹസായഥാർച്ചി ആത്മാനമത്ര പുരുഷോ അവ്യവധാനമേകം അന്വീക്ഷതേ പ്രതിനിവൃത്ത ഗുണപ്രവാഹ. ആശ്രയത്തിൽ നിന്ന് വിട്ടിരിക്കുന്നതും വിഷയത്തോടു കൂടാത്തതുമായ മനസ്സ് അനായാസേന, സോ ഈസി, ലയത്തെ എപ്പോൾ പ്രാപിച്ചിരിക്കുന്നുവോ അപ്പോൾ ജീവൻ ഗുണപ്രവാഹത്തിൽ നിന്ന് മടങ്ങിയവനായിട്ട് ഏകനായ ആത്മാവിനെ മറവുകൂടാതെ സാക്ഷാത്തായി അറിയുന്നു. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു. അപ്പോൾ ഭഗവത് കാരുണ്യത്താൽ സ്വരൂപ സാക്ഷാത്കാരം ഭവിക്കുന്നു. എങ്ങനെയെന്നാൽ ഭഗവത് ആനന്ദാനുഭവം നിമിത്തം രൂപമില്ല. ആനന്ദത്തിന് രൂപമുണ്ടോ? ദുഃഖത്തിന് രൂപമുണ്ടോ? സുഖത്തിന് രൂപമുണ്ടോ? ഇല്ലല്ലോ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആദ്യം മുതൽ തന്നെ ഇതിൻ്റെ അർത്ഥം അറിഞ്ഞാൽ നിരാകാരായാൽ ഇരുന്ന ഇരിപ്പിൽ സമാധിയായി. സമാധി എന്നുള്ളൊരു അവസ്ഥയാണ്, കല്ലായിത്തീരലല്ല, ജീവൻ പോയിട്ടുള്ള അവസ്ഥയല്ല, അത് ശവം പിണാണ്. അത് മനസ്സിലാക്കണം. അപ്പോൾ ഭഗവത് ആനന്ദാനുഭവം നിമിത്തം ശബ്ദാദി വിഷയങ്ങളിൽ നിന്ന് വിരക്തിയെ പ്രാപിക്കുമ്പോൾ ആശ്രയമായിരുന്ന അഹങ്കാരം നിശേഷം നശിക്കുന്നു. ഈ അഹങ്കാരം നശിക്കാത്തോടത്തോളം കാലം ഭക്തിയിൽ പുരോഗമനം ഉണ്ടാവില്ല. അപ്പോൾ ധ്യാനങ്ങൾ, അതായത് ധ്യാനിക്കുന്നവൻ, ധ്യാനത്തിൻ്റെ ആസ്പദമായ രൂപം ധ്യാനം. ഇത് മൂന്നും ശ്രദ്ധിക്കണം. ധ്യാനിക്കുന്നവനാണ് സാധകൻ. ധ്യാനത്തിൻ്റെ ആസ്പദമായ രൂപം ജ്ഞാനമാണ്, അറിവാണ്, ആനന്ദമാണ്. പിന്നെ ധ്യാനം, ക്രിയ എന്ന് പറയപ്പെടുന്ന മൂന്നിൻ്റെ സ്ഫുരണമില്ലാതെ ആവുകയും മനസ്സ് ആനന്ദത്തിൽ ലയിക്കുകയും ചെയ്യുന്നു. അഹങ്കാരം വിട്ടുവിടുന്നു. അപ്പോൾ ജീവൻ സ്വരൂപമായിരിക്കുന്ന ഏകനായ ആത്മാവായി ഭവിക്കുന്നു. വേറെ ഒന്നുമില്ല അവിടെ, ഭാര്യയുമില്ല, ഭർത്താവുമില്ല, ജീവൻ മാത്രമേ ഉള്ളൂ. ശരീരം, ഇന്ദ്രിയങ്ങൾ, അഹങ്കാരം എന്നിവയെ കാണുന്ന മനസ്സ്, അപ്പോൾ ശരീരത്തിനെയും ഇന്ദ്രിയങ്ങളെയും അഹങ്കാരം എന്നിവയെ കാണുന്ന മനസ്സ് നശിച്ചതിനാൽ ആത്മഭിന്നമായിട്ട് ഒന്നും കാണുന്നില്ല. ആത്മാവ് മാത്രമേ ഉള്ളൂ, ആത്മാവിൽ നിന്ന് ഭിന്നമായിട്ട് വേറൊന്നുമില്ല. ശരീരഭാവന നശിക്കുന്നു. ഞാൻ ശരീരമാണ് എന്നുള്ള അവസ്ഥയിൽ നിന്ന് ഞാൻ സെൽഫ് സെൻറ്റേഡ് ബ്രഹ്മസ്വരൂപനാണ്, ജ്ഞാനസ്വരൂപനാണ്, പാപവിമുക്തനാണ് എന്ന അവസ്ഥയിലേക്ക് എത്തണം. അസംഗനായ പരമാത്മാവ്, സംഘമില്ലാത്തവൻ എന്നർത്ഥം. പരമാത്മാവ് മാത്രം സ്വയമേവ ആനന്ദസ്വരൂപേണ വിളങ്ങുന്നു. എണ്ണയും തിരിയും കത്തിക്കഴിഞ്ഞാൽ അതുവരെ ജ്വാലാരൂപേണ പ്രകാശിച്ചിരുന്ന അഗ്നിയുടെ പ്രത്യേക സ്ഫുരണം വിട്ടിട്ട് ഭൂതാത്മാവായി വിളങ്ങുന്നത് പോലെ ഞാൻ എന്നുള്ള പരിച്ഛിന്ന ഭാവത്തെ ഉപേക്ഷിച്ച് സർവാത്മാവായി പരമാനന്ദരൂപേണ വിളങ്ങുന്നു. ഇത് തന്നെ ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നു. എത്രയോ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ സോ കൂൾ, ശ്രദ്ധിച്ചാൽ ലഭിക്കുന്ന കാര്യമാണത്. ഇനി 36-ാമത്തെ ശ്ലോകം. സ ആപ്യേതയാ ചരമയാ മനസോ നിവൃത്യ തസ്മിൻ മഹിമ്യവസിത സുഖദുഃഖബാഹ്യേ ഹേതുത്വം അപ്യ അസതി കർത്തരി ദുഃഖയോരത് സ്വാത്മൻ വിധത്ത ഉപലബ്ധ പരാത്മകാഷ്ടാം. അതിൻ്റെ വാക്കർത്ഥം അവനും സ അഭി എന്നാണ്. സ അഭി യതയാ ചരമയാ എന്ന് പറയും. പറയണ്ടേ? സ അഭി
സ അബി പറഞ്ഞു ഇല്ലേ? അപ്പോൾ അവനും അവസാനത്തേതായ ഏതായ മനസ്സാണ്. സ അബി ഏതായ ആ വാക്ക് സ അബി ഏതായ. അപ്പോൾ പറഞ്ഞു അവനും അവസാനത്തേതായ ഈ മനോവൃത്തിയാൽ സുഖദുഃഖങ്ങളിൽ നിന്ന് വിട്ടിരിക്കുന്ന, ദ്വന്ദ്ങ്ങളിൽ നിന്ന് വിട്ടിരിക്കുന്ന ആ മഹിമാവിൽ അവസാനത്തെ പ്രാപിച്ചവനായി ഭവിക്കുന്നു. സ്വന്തം ആത്മാവിൽ പ്രത്യക്ഷീകരിക്കപ്പെട്ട പരൻ്റെയും, അതായത് ഭഗവാന്റെയും ആത്മാവിൻ്റെയും തത്വത്തോടു കൂടിയവനായിട്ട്. ഇതാണ് പ്രധാനം. തത്വം ഇക്വേഷൻ. സുഖദുഃഖങ്ങളുടെ ഭോക്തൃത്വത്തെ അസത് രൂപനായ കർത്താവിൽ, രൂപനില്ലാത്ത കർത്താവിൽ നിശ്ചയിക്കുന്നു. അതായത് കർത്തൃത്വവും ഭോക്തൃത്വവും നമുക്ക് വേണ്ട. ഞാനാണ് എല്ലാം ചെയ്തത് അല്ലെങ്കിൽ ചെയ്യുന്നത് അല്ല, ഞാൻ നിമിത്തകാരനാണ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയണു. മുകളിൽ, അതായത് 35-ാം ശ്ലോകത്തിൽ വിവരിച്ചതിനെ അനുസരിച്ച് ആത്മസാക്ഷാത്കാരത്തെ പ്രാപിച്ച യോഗിയുടെ മനസ്സ് അവിദ്യാരൂപമായ അജ്ഞാനത്തിൽ നിന്നും ആത്മജ്ഞാനം നിമിത്തം ആത്യന്തികമായി ലയിച്ചതിനാൽ രണ്ടാമത് സംസാരം ഉണ്ടാകുന്നില്ല. അതായത് ജനന മരണങ്ങൾ ഉണ്ടാവുന്നില്ല. സുഷുപ്തിയിലും മനസ്സ് ലയിക്കുന്നുണ്ട്. എന്നാൽ ആ ലയം സാധനാസമ്പത്ത് നിമിത്തമല്ലാത്തത് കൊണ്ട്, അതായത് എസൻസ് അല്ല അതിന് ഇല്ല. ഉദ്ധാനാനന്തരം എന്ന് പറഞ്ഞാൽ എന്താ? എഴുന്നേറ്റതിൻ്റെ ശേഷം സംസാരികളായ സുഖദുഃഖങ്ങളുടെ ബാധ വീണ്ടും ഉണ്ടാകുന്നു. ഇപ്പോഴോ മനോലയം അങ്ങനെയല്ല. മനസ്സ് ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ താഴ്ത്തേക്ക് വരില്ല. അതൊരു പൊസിഷനാണ്, ഹയസ്റ്റ് പൊസിഷനാണ്. ഭക്തിജ്ഞാനാദികൾ നിമിത്തമുണ്ടായ ആത്മാനന്ദം നിമിത്തമാകുന്നു. അതിനാൽ സമാധിയിൽ നിന്ന് ഉദ്ധിതനായാലും ദേഹാദിഭാവങ്ങളിൽ മുമ്പത്തെ പോലെ ആസക്തി ഭവിക്കുന്നില്ല. സംസാരികങ്ങളായ സുഖദുഃഖങ്ങളുടെ അനുഭവത്തിന് ഇനിമേൽ യോഗി അവകാശിയായിരിക്കുന്നില്ല. കർത്താവായിരുന്നവൻ താനല്ലെന്നും പ്രകൃതി കാര്യമായിരിക്കുന്ന അഹങ്കാരമാണ് കർത്തൃഭാവത്തെ, അതായത് നാച്ചേഴ്സ് ഗുണം. നമ്മളാരാ? ഗുണത്തിന് അതീതനാണ്, ഗുണങ്ങൾക്ക് മേലെയാണ്. അതാണ് നിർഗുണം എന്ന് പറയാം, നിർഗുണോപാസനയാണ്. അപ്പോൾ പ്രകൃതി കാര്യമായിരുന്ന അഹങ്കാരമാണ് കർത്തൃഭാവത്തെ വഹിച്ചിരുന്നത് എന്നും അതിനാൽ സുഖദുഃഖാനുഭവം അഹങ്കാരത്തിലിരിക്കുന്നതല്ലാതെ തന്നിൽ ഇരിക്കുന്നില്ലെന്നും താൻ പരമാത്മാവ് തന്നെ എന്നും, ഞാൻ ബ്രഹ്മസ്വരൂപനാണ്, ഞാൻ ബ്രഹ്മാണ്, ഞാൻ കൃഷ്ണനാണ്, ഞാൻ ഹരിയാണ്, ഞാൻ രാമനാണ്, ഞാൻ ഹനുമാനാണ്, വാട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷേ എല്ലാം പരമാത്മാവാണ് എന്നുള്ളത് മനസ്സിലാക്കണം. നിങ്ങളാരും ദക്ഷിണ വാങ്ങും വേണ്ട, ദക്ഷിണ കൊടുക്കും വേണ്ട. ഇനി അങ്ങനെ പറയാം. ആരുടെയും ദാക്ഷിണ്യം, നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യത്തിൻ്റെ ദാക്ഷിണ്യം കൊണ്ടാണ് നമ്മൾ ഉയരണത്. അത് ഞാൻ ഉയർത്തി, നിങ്ങൾ ഉയർന്നില്ല, ഞാൻ ശ്രമിച്ചു പറഞ്ഞതൊക്കെ അസംബന്ധമാണ്. നിങ്ങൾക്ക് സമയമായാൽ നിങ്ങൾ ഉയരും, എനിക്ക് സമയമായാൽ ഞാൻ ഉണരും. അത്ര വിചാരിച്ചാൽ മതി. അതിന് പ്രലോഭനങ്ങളില്ല. പ്രലോഭനങ്ങൾ ഭഗവാൻ പ്രലോഭിപ്പിക്കും, അത് വേറെ കാര്യം. അപ്പോൾ താൻ പരമാത്മാവ് തന്നെ എന്നും കരതലാമലകം പോലെ സാക്ഷാത്കരിച്ചതിനാൽ കൃതകൃത്യനായി ഭവിച്ചിരിക്കുന്നുവെന്നും അനുഭവിച്ചറിയുന്നു. 37-ാമത്തെ ശ്ലോകം. ദേഹം ച തം ന ചരമസ്ഥിതമുദ്ധിതം വാ സിദ്ധോ വിപശ്യതി യതോ അദ്യഗമൽ സ്വരൂപം ദൈവാദുപേധമദൈവവശാദപേദം വാസോ യഥാ പരിഹൃതം മതിരാമധാന്ധാ. അവസാനത്തെ
ദേഹത്തിൽ വർത്തിക്കുന്ന യോഗി, അവസാനത്തെ ദേഹത്തിൽ വർത്തിക്കുന്ന യോഗി എന്ന് പറഞ്ഞാൽ എന്താ? ലാസ്റ്റ് ജന്മമാണത്. ഇനി ജനനമില്ല നമുക്ക്. ഈ അവസ്ഥയിലെത്തിയാൽ പിന്നെ ജനിക്കണില്ല. അതുകൊണ്ടാണ് അവസാനത്തെ ദേഹത്തിൽ നിന്ന് വർത്തിക്കുന്ന യോഗി പ്രാരബ്ധകർമ്മം ഹേതുവായിട്ട് ഇതുവരെയുള്ള കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാൻ വേണ്ടി തന്നോട് ചേർന്നിരിക്കുന്നതും പ്രാരബ്ധവശം നിമിത്തം തന്നെ നശിക്കുന്നതുമായ ആ ദേഹത്തെയും ഇരിക്കുന്നതായിട്ടോ എഴുന്നേറ്റതായിട്ടോ കാണുന്നില്ല. എന്തുകൊണ്ടെന്നാൽ സ്വന്തം രൂപത്തെ പ്രാപിച്ചു. വി ഐഡൻറ്റിഫൈഡ് ഹൂ ആം ഐ. ഞാൻ മനസ്സിലാക്കുകയാണ് ഞാൻ ആരാണ്. ഞാൻ രാജഗോപാലനല്ല, ഞാൻ ബ്രഹ്മാണ്. എങ്ങനെ? ഈ ശരീരത്തിൽ ഉള്ള ചൈതന്യമാണ് ഞാൻ. അപ്പോൾ ഞാൻ ആരാധിക്കേണ്ടത് ആ പരബ്രഹ്മസ്വരൂപനായിരിക്കുന്ന എൻ്റെ ഉള്ളിലുള്ള ചൈതന്യത്തെയാണ്. ആരെ കാണുമ്പോഴും ഈ ചൈതന്യം എന്നിലില്ലെങ്കിൽ എനിക്ക് അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഞാൻ ആരായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്? ഇത് കേൾക്കുന്ന സ്ത്രീ, പുരുഷ, ബാല, യുവ, വൃദ്ധ വ്യത്യാസമില്ലാണ്ട് ഉള്ള ആത്മാക്കൾ അവരെന്നെ അനുഗ്രഹിക്കണു. എന്തിന്? ഈ ഭാഗവതം മൂലം അർത്ഥം പറയാൻ, വായിക്കാൻ, ഞാൻ അങ്ങനെ പറയാം, വായിക്കാൻ പ്രേരിപ്പിക്കണം. ഞാൻ ആ പ്രേരണ സ്വീകരിക്കണം. കാരണം എന്താ? ഐഡൻറ്റിഫൈയിങ് ഈച്ച് അതർ ഒന്നാണ് എന്നുള്ളത്. വേവ് മാച്ച് ചെയ്യണം. അതുകൊണ്ട് മദ്യത്തിൻ്റെ മതം നിമിത്തം മതിമറന്നവൻ ഉടുത്തിരിക്കുന്ന വസ്ത്രത്തെ എന്ന പോലെ. കള്ളുകൂടിയന് വസ്ത്രം പോയാലും നാണമില്ല. അതാണ്. അപ്പോൾ സ്വയം ഐഡൻറ്റിഫൈ ചെയ്യുന്നവന് ഉറ്റവരും ഉടയവരും തള്ളി പറഞ്ഞാലും അവന് യാതൊരു ദുഃഖമില്ല. കാരണം എന്താ? അവൻ ആരാന്നുള്ളത് അവനറിയാം. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണോ? ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച യോഗിയുടെ ജീവൻ മുക്താവസ്ഥയെ വിവരിക്കുന്നു. ഈ സിദ്ധന് ഇനിമേൽ ജന്മമില്ലാത്തതിനാൽ ഇത് അവസാനത്തെ ശരീരധാരണമാകുന്നു. ആത്മസാക്ഷാത്കാരാനന്തരം പ്രാരബ്ധം നിമിത്തം ശരീരം നിലനിൽക്കുന്നതുവരെ ആ ശരീരത്തിൽ വസിക്കുന്നുവെങ്കിലും ശരീരത്തെക്കുറിച്ചുള്ള അനുസന്ധാനമില്ലാത്തത് കൊണ്ട്, ബ്രഹ്മാനുസന്ധാനമാണ് അത്, എത്തിക്കഴിഞ്ഞാൽ പിന്നെ ശരീരാനുസംബന്ധം അർത്ഥമില്ല. ഈ ശരീരത്തോട് ആരൊക്കെ റിലേറ്റീവ് ടേംസിലുണ്ട് എന്നുള്ളത് ബാധകമല്ല. കാരണം എന്താ? സെൽഫ് ഐഡൻറ്റിഫൈഡ് ആണ് അവിടെ ആയിക്കഴിഞ്ഞു. അത് കാരണം ദേഹസംബന്ധമായിരിക്കുന്ന സുഖദുഃഖാദികളെ യോഗി അറിയുന്നില്ല. സുഖം ദുഃഖം ശരീരത്തിൻ്റേതാണ്. ആത്മാവിന് ആനന്ദം പരമാനന്ദമാണ്. ഏത് വേണമെന്ന് നിങ്ങൾക്ക് നിശ്ചയിക്കാം. എന്ന് തന്നെയല്ല, ദേഹം തന്നെ ഉണ്ടെന്നോ ഇല്ലെന്നോ യോഗി കാണുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അവൻ ആത്മസ്വരൂപനായിരിക്കുന്നു, ആനന്ദസ്വരൂപനായിരിക്കുന്നു, ജ്ഞാനസ്വരൂപനായിരിക്കുന്നു, ചിന്മയനായിരിക്കുന്നു. അവൻ അച്യുതനായിരിക്കുന്നു, അവൻ അവ്യയനായിരിക്കുന്നു, അവൻ ഗോവിന്ദനാണ്, അവൻ ഗോപാലപാലനാണ്. അപ്പോൾ അജ്ഞാനാവസ്ഥയിൽ ആത്മാവിനെ അറിയുന്നില്ല. അതാണ്. ജ്ഞാനാവസ്ഥയിൽ ശരീരത്തെയും അറിയുന്നില്ല. ശരീരത്തിൻ്റെ ഉത്ഭവം പ്രാരബ്ധം നിമിത്തം പ്രാരബ്ധാവസാനത്തിൽ അത് നശിക്കുകയും ചെയ്യുന്നു. യോഗിയാവട്ടെ ശരീരത്തിൽ നിന്നും വേറിട്ടിരിക്കുന്ന ആത്മാവായി ഭവിച്ചിരിക്കുന്നതിനാൽ ശരീരം ഒരു ദിക്കിലിരിക്കുന്നതിനെയോ അന്യത്ര സഞ്ചരിക്കുന്നതിനെയോ അറിയുന്നില്ല. ഏതുപോലെ മദ്യപാനം നിമിത്തം വർദ്ധിച്ചിരിക്കുന്ന ലഹരിയിൽ മതിമറന്ന് നടക്കുന്ന ഒരുവൻ ഉടുത്തിരിക്കുന്ന വസ്ത്രം അവൻ്റെ ശരീരത്തിൽ ഇരുന്നാലും വഴിയിൽ വീണു പോയാലും അറിയാത്തതുപോലെ ആത്മാനന്ദത്തിൽ മുങ്ങിയിരിക്കുന്ന യോഗി ശരീരത്തെക്കുറിച്ച് യാതൊന്നും അറിയുന്നില്ല.
ഈ അവസ്ഥയെ ജീവൻ മുക്തി എന്ന് ശാസ്ത്രത്തിൽ പറയുന്നു. അപ്പോൾ ശാസ്ത്രാഭ്യാസം ഇല്ലെങ്കിൽ ഒരു ചുക്കും നടക്കില്ല. അപ്പോൾ ഈ സബ്ജക്റ്റ് ഇങ്ങനെ അറിയാതെ കൊണ്ടുള്ള കോലാഹലം, സപ്താഹ കോലാഹലങ്ങളൊക്കെ വേസ്റ്റേജ് ഓഫ് മണി, വേസ്റ്റേജ് ഓഫ് ടൈം. നിങ്ങൾ തിരുവാതിരക്കളി കളിച്ചാലും ശരി, അതിൽ നിന്ന് കൈക്കുട്ടിക്കളി എന്ന് പറഞ്ഞാലും ശരി, കുമ്മിയടി എന്ന് പറഞ്ഞാലും ശരി, ചവിട്ട് നാടകം എന്ന് പറഞ്ഞാലും ശരി, ഒരു വ്യത്യാസമില്ല. ഐ ആം സോ റിലാക്സ്ഡ്. എന്താ റിലാക്സ്ഡ് എന്ന് പറയാൻ കാരണം, അറിയേണ്ട രീതിയിൽ എനിക്ക് ഉൾക്കൊള്ളാനും ഞാൻ ഉൾക്കൊണ്ടതിനെ മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള ഒരു മീഡിയ, വയമീഡിയയിൽ ഉപകരിക്കാൻ സാധിച്ചതിൽ എനിക്ക് ഭയങ്കര റിലാക്സേഷൻ. അതാ പറയാൻ കാരണം. ആരും കൽപ്പിച്ച് തന്നതല്ല ഇത്, സ്വയം കൽപ്പിച്ച് തന്നിട്ടുള്ളതാണ് ഭഗവാൻ. അപ്പോൾ എനിക്ക് ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട. എന്താ അങ്ങനെ പറയാൻ കാരണം, അത് അഹങ്കാരം ഉണ്ടാവും. എന്ത് കേമനാണെന്നുള്ളത്, ഞാൻ ആരാന്നുള്ളത് ഭഗവാൻ അറിയാം, അത്രയേ ഉള്ളൂ. ഇനി അടുത്ത ശ്ലോകം, കാരണം ഇതിവിടെ ഈ അധ്യായം കഴിയാൻ പോവുകയാണ്. അല്ല, 1-2 പേജുണ്ട്, നോക്കാം. അപ്പോൾ 38-ാമത്തെ ശ്ലോകം എന്താ പറയണത്? ദേഹോപി ദൈവവശക ഖലു കർമ്മയാവത് സ്വാരംഭകം പ്രതിസമീക്ഷതയേവ സാസു തം സപ്രപഞ്ചം അതിരൂഢസമാധിയോഗ സ്വാപ്നം പുനർന ഭജതേ പ്രതിബുദ്ധവസ്തു. അതായത് പറയണു, ദേഹവും ദൈവാധീനമായിട്ട്, അത് മെഡിക്കൽ കോളേജുകാരുടെയോ അല്ലെങ്കിൽ ആര്യവൈദ്യശാലക്കാരുടെയോ അല്ല, ദൈവകതാണ്. കുറുന്തോട്ടി പറിക്കും വേണം, നാരായണാന്ന് ജപിക്കും വേണം, കഷായം കുടിക്കും വേണം. കഷായത്തെ ശരീരം സ്വീകരിക്കണമെങ്കിൽ ശരീരത്തിൽ വർത്തിക്കുന്ന ആത്മചൈതന്യം ഇതിനെ ആക്സെപ്റ്റ് ചെയ്യണം. അതിനാവശ്യമുണ്ടോ? ഈ ശരീരത്തിന് ഞാൻ നിലനിർത്തണോ വേണ്ടതെന്ന് ആരാ തീരുമാനിക്കണത്? ജഗദീശ്വരൻ ബാലാഗ്ര ശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ തീരുമാനിക്കും. അപ്പോൾ അതിൻ്റെ ഉൽപ്പത്തിക്ക് കാരണമായ കർമ്മമുള്ളയിടത്തോളം പ്രാണസഹിതമായിട്ട്, അതായത് ഈ കർമ്മമുള്ളയിടത്തോളം പ്രാണസഹിതനായിട്ട് ശരീരം ഉണ്ടാവും. സമയമായാൽ പ്രാണം പോയാൽ ശരീരം പിണായി. അതിനാരേനും നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നഴ്സിനെ കുറ്റം പറയേണ്ട, ഡോക്ടറെ കുറ്റം പറയേണ്ട, മരുന്ന് മാറി എന്നുള്ള ആക്ഷേപം വേണ്ട. അതൊക്കെ എങ്ങനെ സംഭവിക്കണോ അങ്ങനെ സംഭവിക്കുള്ളൂ. സംഭവിച്ചതിന് ശേഷമേ പറയുള്ളൂ. എങ്ങനെ സംഭവിക്കുന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ നിലനിൽക്കുക തന്നെ ചെയ്യും. സമാധി എന്ന യോഗനിലയെ പ്രാപിച്ചവനും നന്നായി അറിഞ്ഞിരിക്കുന്ന പരമാർത്ഥ തത്വത്തോടു കൂടിയവനുമായിട്ട് പ്രപഞ്ചത്തോട് ചേർന്നിരിക്കുന്ന ആ ദേഹത്തെ, ആത്മാവിലല്ല പ്രപഞ്ചത്തിലാണ് ശരീരം, സ്വപ്നപദാർത്ഥത്തെ എന്ന പോലെ പ്രാപിക്കുന്നില്ല. പിന്നെ പുനരവിജനനം ഇല്ല ആൾക്കെന്നർത്ഥം. അതിൻ്റെ ഭാവാർത്ഥമാണ് പറഞ്ഞത്. അപ്പോൾ ശരീരം എങ്ങനെ നിലനിൽക്കും? ആഹാരിതകളെ ആര് നൽകും? ശരീര സംസ്കാരങ്ങളെ ആർ നടത്തും? എങ്ങനെ ജീവിച്ചിരിക്കും എന്നുള്ള ശങ്കയെ പരിഹരിക്കുന്നു. സിമ്പിളാണ്. തല കീറിയപ്പൻ വായ കീറിയിട്ടുണ്ടാവുന്നതാണ്. യോനിദ്വാരത്തിൽ കൂടി വരുന്ന തല, അത് ആ കുട്ടി ഈ പ്രപഞ്ചത്തിൽ വീഴണോ വീഴണ്ടേ, ജീവിക്കണോ ജീവിക്കണ്ടേ എന്ന് നിയന്ത്രിക്കുന്നത് ആ കുട്ടിയുടെ അച്ഛനോ കുട്ടിയുടെ അമ്മയോ ഡോക്ടറോ അല്ല, ആ കുട്ടിയുടെ ഉള്ളിലുള്ള ആത്മാവാണ്. അതാണ് തല കീറിയവൻ ഈശ്വരൻ. വായ കീറിയിട്ടുണ്ടാവും. വായയിൽ എന്ത് വീഴണം എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. അത് നടക്കും. ധനാഢ്യനാണ്, ധനാഢ്യനല്ല, ഇതൊന്നും അച്ഛൻ്റെ അമ്മയുടെയും ഗുണം കുട്ടിക്കില്ല. കുട്ടി ഇൻഡിപെൻഡൻ്റാണ്, പരീക്ഷിത്തുമാരാണ്, ഭഗവാനാൽ പരിരക്ഷിച്ച് വരുന്നവരാണ് നമ്മളൊക്കെ. ഭഗവാനെ മനസ്സിലാക്കിയോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണു.
അപ്പോൾ ശരീരം എങ്ങനെ നിലനിൽക്കും? പറയണ്ടായി, ദേഹം പ്രാരബ്ധകർമ്മം നിമിത്തമാണല്ലോ ഉണ്ടായിരിക്കുന്നത്. എന്തനുഭവിക്കണം, എന്ത് നല്ലത് അനുഭവിക്കണം, എന്ത് ചീത്ത അനുഭവിക്കണം, അതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ദേഹം പ്രാരബ്ധകർമ്മം നിമിത്തമാണല്ലോ ഉണ്ടായിരിക്കുന്നത്. ആ കർമ്മം എത്രത്തോളം നിലനിൽക്കുന്നുണ്ടോ അത്ര കാലം ആ കർമ്മത്തിന് അധീനമായിട്ട് ദേഹവും നിലനിൽക്കും. കർമ്മത്തിൻ്റെ സംസ്കാരം നിമിത്തം ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ദേഹത്തിൽ അഹംഭാവം യോഗിക്കുണ്ടാകുകയില്ലയോ എന്ന് ശങ്കിക്കേണ്ട. പുത്രാദി ശരീരങ്ങളെക്കുറിച്ച് മമതയോ സ്വശരീരത്തിന്മേൽ അഹന്തയോ ഉണ്ടാകുകയില്ല. എന്തുകൊണ്ടെന്നാൽ സമാധിയോഗം സിദ്ധിച്ചതുകൊണ്ട് ആത്മസ്വരൂപത്തെ അറിഞ്ഞു കഴിഞ്ഞു. ഇനിമേൽ അനാത്മാവായിരിക്കുന്ന ശരീരത്തിൽ അഭിമാനമുണ്ടാവുകയില്ല. ഉറക്കത്തിൽ നിന്ന് ഉണർന്നിരിക്കുന്നവൻ സ്വപ്നത്തിൽ കണ്ട വസ്തു സത്യമാണെന്ന് വിചാരിക്കയില്ലല്ലോ. ഇതിനേക്കാൾ മീതെന്താ അറിയേണ്ടത്? സപ്താഹത്തിന് പോയി ഊണ് ശരിയായില്ല, അതല്ല. സപ്താഹത്തിന് പോയി അനാത്മവസ്തു ആത്മവസ്തു ഇതിനെ വേർതിരിച്ചറിയാനുള്ള വിദ്യ കിട്ടിയോ കിട്ടിയില്ലേ, ഇതാണ് ചിന്തിക്കേണ്ടത്. അത് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വായിച്ചിരിക്കണം. ഇതാരുടെ കയ്യിലും ഇല്ല. വേണ്ട, നിങ്ങളെ 10,000, 8,000, 5,000 പോയി, അത്രയേ ഉള്ളൂ. കൊടുക്കണ കാശ് പോയി. കാരണം എന്താ? അത് ഭക്തിമാർഗത്തിലോ കർമ്മമാർഗത്തിലോ വരുന്നില്ല. അതാണ് 39ാമത്തെ ശ്ലോകം. യഥാ പുത്രാശ്ച വിത്താശ്ച പൃഥക് മർത്യ പ്രദീയത്തെ ആപ്യാത്മത്വേന അഭിമതാ ദേഹാദേ പുരുഷാസ്തഥാ. പുത്രനിൽ നിന്നും ധനത്തിൽ നിന്നും ഭിന്നനായിട്ട് മനുഷ്യൻ എങ്ങനെ അറിയപ്പെടുന്നുവോ അപ്രകാരം പുരുഷൻ, അതായത് ആത്മാവായിട്ട് അഭിമാനിച്ചിരുന്ന ദേഹാദിയിൽ നിന്ന് ഭിന്നമായിട്ട് കാണപ്പെടുന്നു. ദേഹത്തിൽ നിന്ന് ഭിന്നമായിട്ട്. ശരീരത്തിൽ നിന്ന് ആത്മാവ് പോയാൽ പിന്നെ ഏതാനും മണിക്കൂറുകളാണ് ഈ ശരീരത്തിനെ സംസ്കരിക്കുന്നുള്ളൂ, അല്ലേ? ഏതാനും അത് പഞ്ചത്തും പ്രയോഗിച്ച് പോവും. അത് പറയണു. ജീവൻ മുക്താവസ്ഥയെ വിവരിച്ച ശേഷം പിന്നെയും പ്രകൃതി, പുരുഷൻ, ഈശ്വരൻ ഇവർ അന്യോന്യം വെവ്വേറെ ലക്ഷണങ്ങളോട് കൂടിയവരാണെന്ന് മുമ്പ് പറഞ്ഞ സംഗതിയെ തന്നെ സംക്ഷേപേണ 5 ശ്ലോകം കൊണ്ട് ഉപദേശിക്കുന്നു. ലോകത്തിൽ ഒരുവൻ എൻ്റെ പുത്രനെന്നും എൻ്റെ ധനമെന്നും അഭിമാനിക്കുന്നുവെങ്കിലും ആ പുരുഷൻ വാസ്തവത്തിൽ പുത്രശരീരത്തിൽ നിന്നും ധനധാന്യാദി വസ്തുക്കളിൽ നിന്നും അന്യനാണെന്നുള്ള സംഗതി പ്രത്യക്ഷമായിട്ടുള്ളതാണല്ലോ. അതെ, അതുപോലെ തന്നെ ആത്മാവും ദേഹ ഇന്ദ്രിയ അഹങ്കാരങ്ങളെ ഞാനെന്നും എൻ്റേതെന്നും അഭിമാനിച്ചിരുന്നാലും അവയിൽ വേറിട്ടിരിക്കുന്നവനാകുന്നു എന്നത് ജ്ഞാനോദയത്തിൽ അനുഭവപ്പെടുന്നു. എപ്പോൾ? ജ്ഞാനോദയത്തിൽ. അവിടെ നിർത്താം. ഇനി ശരിക്കും പറഞ്ഞാൽ 1, 2, 3, 4, 5 ശ്ലോകമേ ഉള്ളൂ. പക്ഷേ ഇതൊന്നും അങ്ങനെ ഓടിച്ചു പോകേണ്ടതല്ല. ബഹുമാന പുരസ്സരം കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. ഏവർക്കും ശ്രീ ഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.